ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് മിൻ ബറക്കത്തിൽ മറയത്തി, ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ബറക്കത്തുകളെ എണ്ണി പറയുന്ന കൂട്ടത്തില് ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ, പെണ്ണെ നിന്നെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ മഹത്വങ്ങൾ പറഞ്ഞത് ഹദീസുകളിൽ കാണാം. ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന സൗഭാഗ്യം എത്രയാണ്! ഒരു സഹോദരിക്ക്, ഒരു ഈമാനുള്ള സഹോദരിക്ക് അല്ലാഹു നൽകുന്ന സൗഭാഗ്യങ്ങൾ എത്രയാണ്! അതുകൊണ്ടാണല്ലോ മദീനയിലെ മസ്ജിദുൻ നബവിയിലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്വഹാബത്തിന്റെ കടയിൽ നിന്ന് മുത്തുനബി പേരെടുത്ത് പറഞ്ഞില്ല. പേരെടുത്ത് പറയാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബാ, നിങ്ങളെ കൂട്ടത്തിൽ ചില ആളുകളുടെ ഒരു വിചാരണയുണ്ട്, നിങ്ങളെ കൂട്ടത്തിൽ ചില ആളുകൾക്കൊരു വിചാരമുണ്ട്. നിങ്ങളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണ് നിങ്ങളെ അടിമയായി ജോലി ചെയ്യേണ്ടവളാണെന്ന വിചാരം, നിങ്ങളെ വരക്കുന്ന വരക്കപ്പുറം നീങ്ങാതെ നിങ്ങളുടെ ഒരു നിഴലായി, നിങ്ങളൊരു അടിമയായി ജീവിക്കേണ്ടവളാണ് പെണ്ണെന്ന ചിന്ത നിങ്ങൾക്ക് ചില ആളുകൾക്കൊക്കെ ഉണ്ട് സ്വഹാബാ. അത് മാറ്റണം സ്വഹാബത്തെ, അതിൽ നിന്ന് മാറി ചിന്തിക്കണം സ്വഹാബത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്നറിയോ? ആ മുത്ത് റസൂലുള്ളാഹിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്ന സ്വഹാബത്തിൽ നിന്നൊരു സ്വഹാബി ആ പള്ളിയിലേക്ക് ക്ലാസ്സിന് വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ദേഷ്യപ്പെട്ടുകൊണ്ടായിരുന്നു വന്നിട്ടുള്ളത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ്, വീട്ടിൽ നിന്ന് ഭാര്യയോട് പിണങ്ങിയിട്ടായിരുന്നു, വീട്ടിൽ നിന്ന് ഭാര്യയോട് പിണങ്ങിയിട്ടായിരുന്നു മസ്ജിദിന്റെ മേൽ മുത്തുനബിയുടെ ക്ലാസ്സിന് വന്നത്. അതുകൊണ്ട് തന്നെ ആഴക്കടലിന്റെ അടിയുടെ അടിഭാഗം പുറലോകത്തോട് വിളിച്ചു പറയുന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഖബറിന്റെ അകത്ത് നടക്കുന്ന മഹാത്ഭുതങ്ങളെ ഈ ലോകത്തിന്റെ മുന്നിൽ ഒരു പൊന്നു പോലെ വിവരിച്ചു കൊടുത്ത മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ കാണാത്ത സ്വർഗത്തെ, നമ്മൾ അറിയാത്ത നരകത്തെ, അല്ലാഹുവിന്റെ പരലോകത്തെ ഭയാനകമായ അദാബുകളെ ഈ ഉമ്മത്തിന് വിവരിച്ച് ഈമാൻ ഹൃദയത്തിന്റെ അകത്ത് കയറ്റി തന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അപ്പുറത്ത് നടക്കുന്ന അത്ഭുതങ്ങളെ പുറലോകത്തോടെ വിളിച്ചു പറഞ്ഞ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ആ തങ്ങൾക്കറിയാലോ തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഏത് സ്വഹാബിയാണ് ഉമ്മയോട് പിണങ്ങിയത്, ഏത് സ്വഹാബിയാണ് ബാപ്പയോട് പിണങ്ങിയത്, ഏത് സ്വഹാബിയാണ് ഭാര്യയോട് പിണങ്ങിയത്, ഏത് സ്വഹാബിയാണ് ഭാര്യയുമായിട്ട് അകന്ന് കഴിയുന്നതെല്ലാം അത്ഭുതത്തോടെ ലോകത്തോടെ വിളിച്ചു പറഞ്ഞു നബിയെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ആ സ്വഹാബിയുടെ പേര് പറഞ്ഞില്ല, ആ സ്വഹാബിയുടെ പേര് പറയാതെ മുത്തുനബി സ്വഹാബത്തിനെ ഉപദേശിക്കുകയാണ്, പെണ്ണ് എന്നുള്ളത് നിങ്ങൾ അടിമയല്ല സ്വഹാബ, അതുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുക. ആരാണോ ഭാര്യയോടെ പിണങ്ങിയിട്ട് ഇങ്ങോട്ട് പള്ളിയിൽ വന്നത്, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവളല്ലേ നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങൾക്ക് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരല്ലേ നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങൾക്ക് വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ഭക്ഷണം പാചകം ചെയ്തു തന്ന് നിങ്ങളെ ചളിപുരണ്ട വസ്ത്രങ്ങളെല്ലാം മടക്കി തന്ന് നിങ്ങൾക്ക് വേണ്ട ഖിദ്മത്തുകളെല്ലാം രോഗവും ക്ഷീണവും പ്രയാസങ്ങളും വകവെക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഖിദ്മത്തെടുക്കുന്ന നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയെ മറക്കാൻ കഴിയുമോ സ്വഹാബ? ആ ഭാര്യയെ മാറ്റി നിർത്താൻ കഴിയുമോ സ്വഹാബ? അതുകൊണ്ട് മടങ്ങണം, മടങ്ങണം മോനെ, പിണങ്ങി വന്നവൻ മടങ്ങണം മോനെ. വീട്ടിൽ നിന്റെ അല്ലാഹു നിനക്ക് തന്ന വീടിന്റെ പ്രഭയാണ് നിന്റെ ഭാര്യ.
വീടിന്റെ വെളിച്ചമാണ് നിന്റെ ഭാര്യ, വീടിന്റെ പ്രകാശമാണ് നിന്റെ ഭാര്യ. ആ പ്രകാശത്തോട് നീ പിണങ്ങിയിട്ടാണ് പള്ളിയിൽ വന്നതെങ്കിൽ മടങ്ങി ചെന്നിട്ട് അവരോട് മാപ്പ് പറയണം സ്വഹാബാ. മദീന പള്ളിയിലിരിക്കുന്ന സ്വഹാബത്ത് ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആരാണ് നബിയെ, ആരോടാണ് നബിയെ? തങ്ങൾ ഇങ്ങനെ പറയുന്നത് ആരോടാണ് നബിയെ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ചിലർ എല്ലാവരും മുത്തുനബി പറഞ്ഞില്ലേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഭാവമാണ്. ഇപ്പൊ ഒരാൾ തെറ്റ് ചെയ്താൽ സദസ്സിൽ നിന്ന് അയാളെ മാത്രം വിളിച്ചു പറയൂല. അത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അയാളെ ഒറ്റക്ക് കൊണ്ടുപോയി ഉപദേശിക്കണം. നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാം? ജനമധ്യത്തിൽ വെച്ച് അവരെ വിചാരണ ചെയ്യും, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വശാക്കണ്ട എന്ന് കരുതിയിട്ട് ആ പ്രിയപ്പെട്ട സ്വഹാബിയെ ജനങ്ങളുടെ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് പറഞ്ഞിട്ട് വഷളാക്കണ്ട എന്ന് കരുതിയിട്ട് മാറ്റി നിർത്തുകയാണ്. അഥവാ മുഴുവൻ ആളുകൾക്കും ഒരു ഉപദേശമാകുകയാണ്. നമ്മളത് മാതൃകയാക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഒരാളെ ഉപദേശിക്കുകയാണെങ്കിൽ, ഒരു ഭാര്യയെ ഉപദേശിക്കുകയാണെങ്കിൽ കുടുംബത്തിന്റെ ഇടയിൽ നിന്നല്ല ഭാര്യ ഉപദേശിക്കേണ്ടത്. ഭാര്യന്റെ അടുക്കൽ തെറ്റ് വരുമ്പോ റൂമിന്റെ അകത്ത് നിന്ന്, ബെഡ്റൂമിന്റെ അകത്ത് നിന്ന് സ്വകാര്യമായിട്ട് അവർ ഉപദേശിച്ചു കൊടുക്കുക. കുടുംബത്തിന്റെ അടിയിൽ നിന്ന് 4 പൊട്ടിച്ചിട്ട് അതല്ലെങ്കിൽ 4 വാക്ക് നല്ല ഗൗരവത്തിൽ പറഞ്ഞ് അവിടെ അല്ല നമ്മൾ ആണത്തം കാണിക്കേണ്ടത്. അത് അവരുടെ മനസ്സ് വേദനിക്കും. നേരെ തിരിച്ചങ്ങനെ തന്നെയാണ്. ഭർത്താക്കന്മാർ വീട്ടിലേക്ക് വരുമ്പോ നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ വീട്ടുകാരുടെ ഇടയിൽ നിന്നല്ല ചോദ്യം ചെയ്യേണ്ടത്, ബെഡ്റൂമിൽ നിന്ന് നിങ്ങൾ ആ വിഷയം ഉണർത്തണം. ഒരാളെയും സഭയിൽ നിന്ന് ചോദ്യം ചെയ്യാനോ സഭയിൽ നിന്ന് വഷളാക്കാനോ പാടില്ല. പഠിപ്പിച്ചു തന്നു. അതിന്റെ മാതൃക മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സ്വഹാബി അങ്ങനെ ചെയ്ത കാരണം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് എല്ലാ സ്വഹാബത്തിനോടും പറയാണ്, സ്വഹാബ, നിങ്ങളിൽ നിന്ന് ചില ആളുകളെ സ്വഭാവം, നിങ്ങളിൽ നിന്ന് ചില ആളുകളെ മനസ്സിലെ വിചാരണം അങ്ങനെയാണ്. ഭാര്യ നിങ്ങൾ അടിമപ്പണി ചെയ്യുന്നവൾ എന്നാണ്. ആ ധാരണ നിങ്ങൾ തിരുത്തണം. കാരണം എന്താണ്? ഭാര്യമാരെ നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള നിങ്ങളെ ഭവനത്തിൽ നിന്ന്, നിങ്ങളെ വീട്ടിലുള്ള, നിങ്ങളെ കുടുംബത്തിലുള്ള വെളിച്ചങ്ങളാണ്. ആ വെളിച്ചം നിക്കാഹ് കഴിയലോടുകൂടെ നമ്മളതിൽ തിരികൊളുത്തുകയാണ്. പിന്നെ അത് അണയാൻ പാടില്ല. ഒരു വിളക്ക് കത്തിക്കുമ്പോൾ കണ്ടില്ലേ നിങ്ങളെ? ആ വിളക്ക് കത്തിക്കുമ്പോൾ പഴയ കാലത്തൊക്കെ നമ്മൾ മണ്ണെണ്ണ വിളക്ക് കത്തിക്കാറുണ്ടല്ലോ. ആ മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്ന സമയത്ത് അതിലെ എണ്ണ തീരുന്നതിന് മുമ്പേ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ തീരുന്നതിന് മുമ്പേ എണ്ണ ഒഴിച്ചു കൊടുക്കും. കാറ്റത്ത് നമ്മൾ ആ വിളക്ക് വെക്കില്ല. കാരണം ഒന്ന് കാറ്റടിച്ചു കഴിഞ്ഞാൽ ആ വിളക്കിന്റെ തീ അണഞ്ഞു പോകുമല്ലോ. ഇതേ പ്രകാരമാണ് മോനെ നീ കല്യാണം കഴിഞ്ഞുകൊണ്ട് വന്ന് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഈ വിളക്കിനെ സൂക്ഷിക്കുന്നത് പോലെ. അപ്പൊ സഹോദരിമാര്, ചില ആളുകൾ കരുതും ഉസ്താദ് ഞങ്ങളെ മണ്ണെണ്ണ വിളക്കിന് ഉദാഹരണം പറഞ്ഞു. അങ്ങനെയല്ല. മണ്ണെണ്ണ വിളക്ക് നിങ്ങൾ നോക്കിയേ, മണ്ണെണ്ണ വിളക്ക് എന്നുള്ളത് അത് കാറ്റടിക്കാതെ നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കാണ്, അല്ലേ? ചില ആളുകൾക്ക് മണ്ണെണ്ണ വിളക്ക് എന്തെന്നറിയില്ല. മണ്ണെണ്ണ വിളക്ക് മനസ്സിലാക്കണം. കണ്ടുകണോ? ആ മണ്ണെണ്ണ വിളക്ക് ഇപ്പൊ അതൊന്നും കാണാൻ കഴിയില്ല, അല്ലേ? ഇപ്പൊ അതൊക്കെ കാണല് വളരെ കുറവാണ്. മണ്ണെണ്ണ വിളക്ക്, ചിമ്മിണി വിളക്ക് എന്നൊക്കെ പറയും. നമ്മളിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ, പഴയ കാലത്ത് സിറ്റ് ഔട്ട് ആണല്ലോ, താഴര, അല്ലേ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചെറിയ ആ വിളക്ക് ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ തൂക്കിയിരിക്കും. എന്നിട്ട് അതിന്റെ ചുറ്റുവത്ത് ഇങ്ങനെ പാറ്റകൾ ഇങ്ങനെ വന്നിരിക്കും. നിങ്ങൾ ആ പഴയ കാലത്ത് ആലോചിക്കെ. ഇപ്പൊ അതൊന്നല്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ ഫ്ലാഷ് അല്ലേ, ഫ്ലാഷ് വിളക്കല്ലേ, ഫ്ലാഷ് ലൈറ്റുകളല്ലേ ഇപ്പൊ സിറ്റ് ഔട്ട് മുഴുവനും. ആട്ടെ, സൗകര്യങ്ങളൊക്കെ നല്ലതാണ്. അള്ളാഹു തന്ന നിഅമത്തുകൾക്ക് നമ്മൾ അൽഹംദുലില്ലാഹ് പറയണം. അതൊന്നും അധികമല്ല, അതൊക്കെ വേണം. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളൊക്കെ മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ ചിമ്മിനി വിളക്ക് എന്ന് പറയുന്ന വിളക്കൊക്കെ ഉണ്ട്. അതൊക്കെ ഉമ്മമാരോട് ചോദിച്ചു നോക്കി, അപ്പൊ അറിയാം. അപ്പൊ ആ വിളക്ക് കാറ്റടിക്കാൻ പറ്റൂല. കാറ്റടിക്കുന്നതിന് നമ്മൾ അതിന് എന്ത് ചെയ്യും? ഒരു ഗ്ലാസ് ഇങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കും. ഒരു ഗ്ലാസ് ഇങ്ങനെ ചില്ല് ഇറക്കി വെച്ചെടുക്കും കാറ്റടിക്കുന്നതിന് വേണ്ടി.
അപ്പോ അത് അതിന്റെ ഒരു ഭദ്രതയ്ക്ക് വേണ്ടിയാണ്. അത് കാറ്റടിച്ചുകൊണ്ടത് ഇളകിയിട്ട് അത് നഷ്ടപ്പെടാൻ പാടില്ല, അണഞ്ഞു പോവാൻ പാടില്ല. അപ്പോ എണ്ണ തീരുമ്പോഴേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിങ്ങനെ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് നമ്മളെ പണിയാക്കി പോകാൻ പറ്റുമോ? അത് എണ്ണ തീരുന്നതിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതേ പ്രകാരം കല്യാണം കഴിഞ്ഞു വന്നു, ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കണം. ഭാര്യക്കുള്ള എനർജി, ഭാര്യക്കുള്ള പെട്രോള്, ഭാര്യക്കുള്ള ഡീസൽ നമ്മൾ ചെയ്തു കൊടുക്കണം. ഭാര്യയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കണം. വിളക്ക് ചിലപ്പോ കാറ്റടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടും. ഇതേ പ്രകാരം തന്നെയാണ് ഭാര്യമാരും ഭർത്താക്കന്മാരൊക്കെ എങ്ങനെയാണ്, എല്ലാവരും 100% ആരും വരുന്നില്ല. പിഴവുകളൊക്കെ സ്വാഭാവികമായിട്ട് വരും, പ്രശ്നങ്ങളൊക്കെ വരും, കുറവുകളൊക്കെ വരും. അത് കാറ്റത്ത് വിളക്ക് അണയാതെ നമ്മൾ കത്തിച്ചു കൊണ്ട് നടക്കും പോലെ കുടുംബ പ്രശ്നത്തിൽ ഓളങ്ങൾക്കിടയിൽ നിന്ന് തോണി മറയാതെ ആ തോണി തുഴയുന്ന ആള് തോണിയെ കൊണ്ടു നടക്കുന്നത് പോലെ കുടുംബമെന്ന കപ്പലിലെ കപ്പിത്താനാണ് ഭർത്താക്കന്മാരെ നമ്മൾ മറക്കരുത്. അതിങ്ങനെ അളയാതെ അതിങ്ങനെ കെടാതെ കൊണ്ടു നടക്കല് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പ്രശ്നങ്ങളൊക്കെ വരും, പക്ഷേ പരിഹരിക്കേണ്ടത് നീയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ അവൾ അങ്ങനെ ചെയ്ത്, അവൾ ഇങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് അവളെ തൊലാക്കില്ല, എന്നിട്ട് വേറൊന്നിനെ കെട്ടുക, എന്നിട്ട് അവളെയും തൊലാക്കില്ല, എന്നിട്ട് വേറൊന്നിനെയും കെട്ടുക, ദുനിയാവ് മൊത്തം കല്യാണം കഴിച്ച് നടക്കുക. അതല്ല, ഉള്ളതിനെ നല്ലതുപോലെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. അവിടെയാണ് നിന്റെ വിജയം. ഉസ്താദേ, അപ്പൊ എന്റെ പെണ്ണിന് ഉസ്താദ് പറഞ്ഞ വസ്ഫൊന്നുമില്ലല്ലോ, എല്ലാ പെണ്ണിനും വസ്ഫുണ്ട്. അള്ളാന്റെ ഹബീബ് എന്താ പറഞ്ഞത്? പെണ്ണ് വീടിന്റെ വിളക്കാണ് എന്നാണ്. എല്ലാ പെണ്ണും വീട്ടിലേക്ക് കയറി വരുന്നത് വിളക്കായിട്ട് തന്നെയാണ്. അതിലാരും ഇല്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റൂല. ഏത് മരുമകളും വീട്ടിലേക്ക് വരുമ്പോ ഒരു മരുമകളെ വിചാരം എന്താ? ഞാൻ അവന്റെ പെണ്ണായിട്ട് ചെന്നിട്ട് വേണം അവിടെ അടിമിടി ഉണ്ടാക്കാൻ. അങ്ങനെയല്ലല്ലോ ഒരു മരുമകൾ വീട്ടിലേക്ക് കയറി ചെല്ലണേ. അങ്ങനെയാ ഏതെങ്കിലും ഒരു മരുമകള് വീട്ടിലേക്ക് കയറി വരുമ്പോ അവിടെ അമ്മായിമാനെ രണ്ട് പൂട്ടിക്കണം, അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ ഒന്ന് അമർത്തിയിരുത്തണം എന്ന് കരുതിയിട്ടല്ലല്ലോ ഒരു മരുമകള് വീട്ടിലേക്ക് കയറി വരുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അല്ലാഹുവേ, എന്റെ പുതിയ ജീവിതത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുകയാണ്. എന്റെ ഇക്കയുടെ ഒരു പൊന്നുമാരിയായിട്ട് എനിക്ക് ജീവിക്കണമെന്ന, എന്റെ ഇക്കാന്റെ ഒരു നിഴലായിട്ട് എനിക്ക് മാറണമെന്ന, എന്റെ ഉമ്മയെ സ്നേഹിച്ചതുപോലെ ഇക്കയുടെ ഇക്കയുടെ ഉമ്മയ്ക്ക് എനിക്ക് സ്നേഹം കൊടുക്കണമല്ല. എന്റെ വാപ്പയെ സ്നേഹിച്ചതുപോലെ എന്റെ ഇക്കയുടെ വാപ്പയ്ക്ക് എനിക്ക് സ്നേഹം കൊടുക്കണമല്ല എന്ന് കരുതിയിട്ടാണ് ഏത് മരുമകളും വീട്ടിലേക്ക് കയറി വരുന്നത്. പിന്നെ ആ മരുമകൾ വിളക്കായി മാറുമ്പോ ആ വിളക്ക് അണക്കുന്നതും പലരും ആ വീട്ടുകാരാണ്. പല വീട്ടിലെയും മരുമക്കളാകുന്ന വിളക്ക് അണക്കുന്നത് ആ വീട്ടുകാരുടെ സ്വഭാവം കൊണ്ടാണ്. അത് മാറേണ്ടത് നമ്മളല്ലേ ചെറുപ്പക്കാരാ, അതിൽ നിന്ന് മാറേണ്ടത് നമ്മളല്ലേ ഉമ്മമാരെ, അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടത് നമ്മളല്ലേ. ഒരു കല്യാണ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അവരെ മനസ്സിലുള്ള ചിന്ത ഈ കുടുംബത്തിന്റെ ഒരു വിളക്കായിട്ട് ഞാൻ മാറണമെന്നാണ്. മോളെ, നിനക്കതിന് കഴിയും മോളെ, നിനക്കതിന് കഴിയും മോളെ, നിനക്കതിന് കഴിയുന്നതാണ് പെണ്ണെ. കാരണം അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കെന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പെണ്ണെ നിങ്ങളെ വീടിന്റെ വിളക്കാണ്. ഒരു ഇരുള് നിറഞ്ഞ പ്രദേശത്തേക്ക് ഒരു പ്രകാശം അടിക്കുന്നത് പോലെ ഇരുള് നിറഞ്ഞ കുടുംബത്തിലേക്ക് ഒരു പ്രകാശമായിട്ട് നീ മാറണം മോളെ. ഇരുള് നിറഞ്ഞ കുടുംബത്തിലേക്ക് ഒരു വെളിച്ചമായിട്ട് നീ മാറണം മോളെ. ഒരു കുടുംബത്തിലെ പ്രകാശം തരാൻ കഴിയുന്നവരാണ് പെണ്ണെന്ന് നമ്മളെ മറന്നു പോവണ്ട. ഒരു കുടുംബത്തിൽ വെളിച്ചം നൽകാൻ കഴിവുള്ളവളാണ് പെണ്ണെന്ന് നമ്മൾ മറന്നു പോവണ്ട. പെണ്ണിന് അല്ലാഹു നൽകിയ സ്ഥാനം എത്രയാണ്, പെണ്ണിന് അല്ലാഹു നൽകിയ ബഹുമാനം എത്രയാണ്, പെണ്ണിന് അല്ലാഹു നൽകിയ പ്രാധാന്യം എത്രയാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സ്വർഗ്ഗമെന്നുള്ളത് തഹത റിജ്ലൈഹാ
പെണ്ണിനെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, നിന്റെ കാലിന്റെ ചുവട്ടിലാണ് മോളെ, നിന്റെ കാലിന്റെ ചുവട്ടിലാണ് മോളെ, നിന്റെ കാലിന്റെ ചുവട്ടിലാണ് മോളെ. ഉമ്മ, നിങ്ങളെ കാലിന്റെ ചുവട്ടിലാണ് മക്കൾക്കുള്ള സ്വർഗം കിടക്കുന്നത്. നിങ്ങളെ കാൽപാദത്തിന്റെ അടിയിൽ, നിങ്ങളെ കാൽപാദത്തിന്റെ അടിയിലാണ് കുഞ്ഞു മക്കൾക്കുള്ള സ്വർഗം കിടക്കുന്നതെന്ന് ത്വാഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയും പെണ്ണിനെയാണ് അല്ലാഹു മുന്തിച്ചു പറഞ്ഞത്, മുത്തനബി മുന്തിച്ചു പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചോക്കിയേ, നിങ്ങൾ ആലോചിച്ചോക്കിയേ, നിങ്ങൾക്ക് അല്ലാഹു തന്നൊരു പവർ എത്രയാ? വല്ലാതെ ഇങ്ങനെ എളിയണ്ട. പക്ഷെ ആ പവർ എന്ത് ചെയ്യണം? അല്ലാഹു തന്ന ആ പവർ അത് അല്ലാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ചെലവഴിക്കണം. നമുക്കൊക്കെ അല്ലാഹു പവർ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭർത്താക്കന്മാരോട് ഇങ്ങനെ കുന്തിരിയാടലല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾക്ക് പവർ തന്നിട്ടുണ്ടെങ്കിൽ, മഹത്വം തന്നിട്ടുണ്ടെങ്കിൽ അതിന് ചില ബാധ്യതകൾ നിങ്ങൾക്ക് നിർബന്ധമായി ചെയ്യേണ്ടതുണ്ട്. കുടുംബജീവിതത്തിന്റെ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ചർച്ച ചെയ്യാത്ത ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കാം. പറഞ്ഞു വരുന്നത്, പെണ്ണിന് അള്ളാഹു എവിടെയും സ്ഥാനം നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ്, സുഖലോക സ്വർഗ്ഗത്തിലെ പറവകളായി, സുഖലോക സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ പറവകളായി പാറി വരുന്ന രണ്ട് മഹദിമാരാണ്. മഹദിയായ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ, മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ഇവരെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ മഹത്വം പറഞ്ഞിട്ടുണ്ട്. പെണ്ണെ, നിങ്ങളെ കുറിച്ചിട്ട്, പെൺവർഗ്ഗങ്ങളെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് വലിയ മഹത്വം പറഞ്ഞിട്ടുണ്ട്. പലരും തെറ്റിദ്ധരിക്കാറുണ്ടല്ലോ, പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. പെണ്ണിന് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നില്ല, പെണ്ണ് ഹിജാബിന്റെ ഉള്ളിലാണ്, പെണ്ണ് മറക്കകത്ത് കഴിയേണ്ടവളാണ്, പെണ്ണ് മുഖമൂടിക്കകത്ത് കഴിയേണ്ടവളാണ്. അവിടെയെല്ലാം പെണ്ണിന്റെ സ്വാതന്ത്ര്യം ഇല്ലാതെയാകുകയല്ലേ മുത്തുനബി ചെയ്തതെന്ന് പലരും പറയാറില്ലേ. പെണ്ണാണെന്നറിഞ്ഞാൽ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടം ലോകത്ത് കഴിഞ്ഞു പോയിരുന്നു പെണ്ണുമോളെ. ആ ചരിത്രങ്ങളൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. ജനിക്കുന്ന കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞാൽ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടം ലോകത്ത് കഴിഞ്ഞു പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ലാസ് എടുക്കുന്ന ക്ലാസിന്റെ ഇടയിൽ, ആ ദർസിന്റെ ഇടയിൽ നിന്ന് പെണ്ണിന്റെ മഹത്വം പറഞ്ഞപ്പോ ഒരു പ്രിയപ്പെട്ട സ്വഹാബി ഇങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞില്ലേ. എന്തിനാ മോനെ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നിങ്ങളെ പെണ്ണിന് അല്ലാഹു നൽകുന്ന മഹത്വം പറഞ്ഞില്ലേ നബിയേ? പെണ്ണിന് അല്ലാഹു നൽകുന്ന പവരതങ്ങൾ പറഞ്ഞില്ലേ നബിയേ? പെണ്ണിന് അല്ലാഹു നൽകുന്ന സ്ഥാനങ്ങളെ, പെണ്ണിന് അല്ലാഹു നൽകുന്ന ബഹുമാനങ്ങളെ, പെണ്ണിന് അല്ലാഹു നൽകുന്ന മഹത്വങ്ങളെ കുറിച്ചിട്ട് തങ്ങൾ ഒരുപാട് പറഞ്ഞു തന്നില്ലേ നബിയേ? എനിക്ക് പേടിയാണ് നബിയേ, ആലോചിക്കുമ്പോ പേടിക്കുന്നു തങ്ങളെ. ഹൃദയത്തിലേക്ക് ഒരു ഇടിമുഴക്കം പോലെ വല്ലാത്ത സങ്കടങ്ങൾ എനിക്ക് വരികയാണ് നബിയേ. എന്തിനാ മോനെ നീ കരയുന്നതെന്തിനാ? എന്തിനാ മോനെ നീ സങ്കടപ്പെടുന്നതെന്തിനാ? പെൺകുട്ടികൾ വീട്ടിലെ വെളിച്ചമാണെന്ന അറിവ് നിലാമില്ല പ്രഭാഷണം കേൾക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളോട് രാജ്യത്തിന്റെ അകത്ത് പുറത്ത് വരുന്നുള്ള പതിനായിരങ്ങളെ പ്രോഗ്രാം കേൾക്കുമ്പോ നിങ്ങളെ അറിവിന്നിലാമ തുടങ്ങുന്നതിന് മുമ്പ് നമസ്കാരവും ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് മജ്‌ലിസ് കാത്തിരിക്കുന്ന ഈമാനുള്ള ഉമ്മ, മജ്‌ലിസ് തുടങ്ങുന്നതിന് മുമ്പ് മജ്‌ലിസിൽ വെള്ളം വെച്ച് മനോഹരമായ പതിനായിരങ്ങൾ നിറകണ്ണുകളോട് ആമീൻ പറയുന്ന മജ്‌ലിസിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന എന്റെ ഈമാനുള്ള പൊന്നുമോളെ, നിങ്ങൾക്ക് അല്ലാഹു തന്ന മഹത്വത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് അല്ലാഹു തന്ന സ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് അല്ലാഹു തന്ന ബഹുമാനത്തെക്കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നീ കുടുംബത്തിന്റെ വെളിച്ചം മാത്രമാണ് എന്നല്ല, നിങ്ങൾക്ക് അല്ലാഹു രണ്ട്
ലോകത്തെ വലിയ ബഹുമാനങ്ങളാണ് നൽകുന്നത്. ആ ബഹുമാനങ്ങളെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറയുമ്പോഴാണ് ഒരു പ്രിയപ്പെട്ട സ്വഹാബി ഇങ്ങനെ പൊട്ടിക്കരയുകയാ. എന്തിനാ മോനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട സ്വഹാബി മുത്തു റസൂലുള്ളാഹിനോട് പറയാണ്, നബിയേ എനിക്കറിയില്ലാകിരുന്ന തങ്ങളെ, പെൺകുട്ടി വീടിന്റെ വിളക്കാണെന്ന് തങ്ങളെ പറഞ്ഞില്ലേ, പെൺകുട്ടികൾ നാടിന്റെ വിളക്കാണെന്ന് തങ്ങളെ പറഞ്ഞില്ലേ, പെൺകുട്ടികളുടെ കാലിന്റെ ചുവട്ടിലാണ്, പെണ്ണാകുന്ന ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് അല്ലാഹു മക്കളാകുന്ന നമുക്ക് സ്വർഗം തരുന്നതെന്ന് തങ്ങളെ പറഞ്ഞില്ലേ നബിയേ. എന്റെ പൊന്നുമോളെ മറ്റൊരു തന്റെ ഭാര്യയാവാനുള്ളവരാണല്ലോ, എന്റെ പൊന്നുമോളെ മറ്റു മക്കളുടെ ഉമ്മയാവാനുള്ളവരാണല്ലോ, അതൊന്നും എനിക്കറിയായില്ലാകിരുന്ന തങ്ങളെ. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ, ഇസ്ലാമിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുമ്പേ എനിക്ക് അല്ലാഹു ഒരുപാട് പെൺകുട്ടികളെ തന്നിരുന്നു നബിയേ. എന്റെ ഭാര്യ പ്രസവിച്ചു എന്നറിഞ്ഞാ, ആ പ്രസവിച്ചത് പെൺകുട്ടിയാണെന്നറിഞ്ഞാല് ആ പെൺകുട്ടിയെ ഞാൻ ജീവനോടെ മരുഭൂമിയിൽ പോയി കുഴിച്ചു മൂടുമാകിരുന്ന തങ്ങളെ. ഇല്ല നബിയേ, കണ്ണിൽ ചോരയില്ലാത്ത പ്രവർത്തനമാണ് ഞാൻ ചെയ്തു പോയത് നബിയേ. കണ്ണിൽ ചോരയില്ലാത്ത പ്രവർത്തനമാണ് ഞാൻ ചെയ്തു പോയത് നബിയേ. എന്റെ ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെന്നറിഞ്ഞ ആരോട് ഞാൻ പറയാറില്ലായിരുന്നു, ആരോട് ഞാൻ പറയാറില്ലായിരുന്നു നബിയേ. എന്റെ ഭാര്യ പോലും അറിയാതെ, എന്റെ ഭാര്യ പോലും അറിയാതെ എന്റെ ഭാര്യ പ്രസവിച്ച പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ആരാരുമില്ലാത്ത മരുഭൂമിയിലേക്ക് ഞാൻ കൊണ്ടുപോകുമായിരുന്നു നബിയേ. ആ മരുഭൂമിയിൽ ചെന്നിട്ട് വലിയ കുഴികൾ ഒരുക്കിയിട്ട് ജീവനോട് എനിക്ക് അല്ലാഹു തന്ന തങ്കക്കുടത്തെ ആ വലിയ കുഴിയിലേക്ക് ഞാൻ വലിച്ചെറിഞ്ഞിരുന്ന നബിയേ. ഈ കൈകളാണ് നബിയേ, ഈ കൈകളാണ് നബിയേ, ഈ കൈകളെ കൊണ്ടാണ് എന്റെ കുഞ്ഞുമോള് ഞാൻ വലിച്ചെറിഞ്ഞ് കൊന്നത് നബിയേ. ആ പ്രിയപ്പെട്ട സ്വഹാബി ഇങ്ങനെ കണ്ണീരോടെ സങ്കടം പറയുകയാണ്. അങ്ങനെയാണ് എന്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി തങ്ങളെ. എന്റെ ഭാര്യ ഗർഭിണിയായി പ്രസവിച്ച 6 മക്കളെയും ഞാൻ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. വീണ്ടും 7ാമത് എന്റെ ഭാര്യ ഗർഭിണിയായി. പക്ഷേ ആ ഗർഭിണിയായി വിവരം ഭാര്യ എന്നോട് പറഞ്ഞില്ല, ഗർഭിണിയായി വിവരം ഭാര്യ എന്നോട് പറഞ്ഞില്ല. കാരണം എന്താണ്? ഇത് എന്റെ ഭർത്താവ് പറഞ്ഞാൽ, ഞാൻ പ്രസവിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ഈ പൊന്നുമോളെയും എന്റെ ഭർത്താവ് ജീവനോടെ കുഴിച്ചു മൂടുമല്ലോ എന്ന് കരുതിയിട്ട് 7ാമത്തെ പ്രസവം എന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ല. ഞാൻ കച്ചവടത്തിന് പോയാൽ തിരിച്ചു വരുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. എന്റെ കൂട്ടുകാരുടെ കൂടെ കച്ചവടത്തിന് പോയാ മടങ്ങി വരുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നബിയേ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ കച്ചവടത്തിൽ നിന്ന് തിരിച്ചു വരികയാൾ. തിരിച്ചു വരുന്നതിന്റെ കടക്ക് എന്റെ പ്രിയപ്പെട്ടമാരെ പ്രസവിച്ചിരുന്ന തങ്ങളെ. ആ പ്രസവിച്ചതും ഒരു പെൺകുഞ്ഞായിരുന്നു നബിയേ. എന്നെ അറിയിച്ചില്ല, ഞാൻ അറിഞ്ഞില്ല നബിയേ. ഞാൻ അറിയാതെ എന്റെ ഭാര്യ എന്റെ പൊന്നുമോളെ വളർത്തി നബിയേ. ഞാൻ അറിയാതെ എന്റെ ഭാര്യ എന്റെ പൊന്നുമോളെ വളർത്തി നബിയേ. മാഷാ അല്ലാഹ്. ആ പൊന്നുമോളെ വളർത്തി വലുതാക്കി. അങ്ങനെ കുറച്ച് മാസമായി എന്റെ പൊന്നുമോളെ എന്റെ ഭാര്യ പ്രസവിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നപ്പോ അപ്പോഴും എന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ല, ഞാൻ 7ാമത് പ്രസവിച്ചതും ഒരു പൊന്നാണെന്ന്, ഒരു പൊന്നുമോളാണെന്ന് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ല. കാരണം പറയാ പേടിയായിരുന്നുവല്ലോ, ഞാൻ ജീവനോടെ കുഴിച്ചു മൂടുമായിരുന്നുവല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് വന്നേ പ്രിയപ്പെട്ട സ്വഹാബി പൊട്ടിക്കരയുകയാണ്. അങ്ങനെ ഈ പെണ്ണുമോളെ ഭർത്താവിന് കാണിച്ചു കൊടുക്കാതെ ഒളിഞ്ഞും പറഞ്ഞും ഇങ്ങനെ ജീവിക്കുകയാണ്. അവസാനമാണ് പൊന്നുമോളെ കരച്ചിൽ കേൾക്കുകയാണ്.
ഒരു പെണ്ണിന്റെ കരച്ചിലാണല്ലോ കേൾക്കുന്നതല്ലാ, ഒരു പെണ്ണിന്റെ കരച്ചിലാണല്ലോ കേൾക്കുന്നതല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പെണ്ണോട് ചോദിക്കുകയാണ്, മോളെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഒരു പെണ്ണിന്റെ കരച്ചിൽ കേട്ടതെങ്ങനെയാണ്? അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് കളവ് പറഞ്ഞു നബിയേ, അത് അയൽപ്പക്കത്തുള്ള വീട്ടിലെ മോളാണ്, അത് അയൽവാസിയുടെ വീട്ടിലെ മോളാണെന്ന് പറഞ്ഞിട്ട് എന്നോട് കളവ് പറഞ്ഞു നബിയേ. വീണ്ടും ആ മോളെ എന്റെ വീട്ടിൽ കണ്ടപ്പോ അവസാനമാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് പറയുകയാണ്, ഈ മോള് നമ്മുടെ മോളാണ്, ഈ പൊന്നുമോള് നമ്മുടെ മോളാണ്, ഈ പൊന്നുമോള് നമ്മുടെ മോളാണ്, ഇത് അല്ലാഹു നമുക്ക് കനിഞ്ഞു തന്ന പൊന്നുമോളാണ്. അല്ലാഹുവേ, എന്റെ മനസ്സങ്ങ് അത്ഭുതപ്പെട്ടു പോയി നബിയേ. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ലല്ലോ, എന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ലല്ലോ, എന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ലല്ലോ, എന്തേ പെണ്ണേ നീ പറയാതെ പോയതെന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് പറഞ്ഞിരിക്കാ, 6 പെൺമക്കളെ അല്ലാഹു നമുക്ക് തന്നല്ലോ, ആ 6 പെൺമക്കളാണെന്നറിഞ്ഞപ്പോ ജീവനോട് നിങ്ങളെ കുഴിച്ചു മൂടിയല്ലോ, ഒരു മോളെയെങ്കിലും ഞാനൊന്ന് വളർത്തട്ടേക്കാ, ഒരു മോളെയെങ്കിലും ഞാനൊന്ന് വളർത്തട്ടേക്കാ. എനിക്ക് ആഗ്രഹമുണ്ട് ഒരു ഉമ്മയാവാൻ, ഒരു മാതാവാൻ, ഒരു സ്ത്രീയാവാൻ, ഒരു ഉമ്മയാവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ പൊന്നുമോള് ഞാൻ നിങ്ങൾക്ക് തരൂല, ഈ പൊന്നുമോള് നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്റെ മനസ്സതിൽ സമ്മതിച്ചില്ല നബിയേ. കാട്ടറബികളെ കൂട്ടത്തിൽ മദ്യപിച്ച് കൂത്താടി നടന്ന് ജീവിച്ച് ശീലമുള്ള എന്ന ഹൃദയത്തെ, കരിമ്പാറയെ പോലെ കറുത്തുപോയ എന്റെ ഹൃദയത്തെ, ആ ഹൃദയത്തിലേക്ക് എന്റെ പൊന്നുഭാര്യയുടെ ആ കണ്ണീരിന്റെ സങ്കടത്തിന്റെ കനൽകറ്റകളുടെ വാക്കുകള് എന്റെ ഹൃദയത്തിലേക്ക് തറച്ചില്ല നബിയേ. എന്റെ ഭാര്യയുടെ മുഖത്തടിച്ച് ഭാര്യയെ ഞാൻ തള്ളിവിട്ടിട്ട് എന്റെ പൊന്നുമോളെ കൈപിടിച്ചിട്ട് മരുഭൂമിയിലേക്ക് നടന്നുപോയി തങ്ങളെ. 6 മക്കളെ ഞാൻ, 6 പെൺമക്കളെ ഞാൻ ജീവനോടെ കുഴിച്ചു മൂടിയതുപോലെ എന്റെ 7ാമത്തെ പൊന്നുമോളെ ഞാൻ ജീവനോട് ഞങ്ങൾ കുഴിച്ചു മൂടി നബിയേ. അല്ലാഹുവേ, മദീന കരയുകയാണ്, സ്വഹാബത്ത് കരയുകയാണ്. മനോഹരമായ മസ്ജിദിന്റെ നബിയിൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്, സ്വഹാബത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. പെൺകുട്ടിയാണ് ജനിച്ചതെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അറിവിൻ നിലാവുകൾക്കൊന്നും ഈമാനുള്ള പൊന്നുമോളെ, ഇത് നടന്ന കാലഘട്ടമാണ് മോളെ, ഇത് ലോകത്ത് കഴിഞ്ഞു പോയ കാലഘട്ടമാണ് മോളെ. ആ കാലഘട്ടത്തിൽ നിന്ന് നിനക്ക് ജീവിക്കാനുള്ള അവകാശം വാങ്ങിത്തന്ന നേതാവാരാണെന്ന് നിനക്കറിയോ? നീ പെണ്ണാണെന്നറിഞ്ഞാൽ ചങ്കൂറ്റത്തോടെ ഈമാനുള്ളവളായി ഈ ലോകത്തിന് നിനക്ക് ജീവിക്കാൻ, ഈ ലോകത്തിന് നിനക്ക് ജീവിക്കാം, ഈ ലോകത്തിന് നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം വാങ്ങിത്തന്നതാരാ? ത്വഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു പെണ്ണിന് അല്ലാഹു തന്ന 4ാമത്തെ ബറക്കത്ത് പറയട്ടെ. 1ഉം 2ഉം 3ഉം നമ്മൾ വിശദീകരിച്ചതാണ്. 4ാമത്തെ ബറക്കത്ത് എന്തെന്നറിയോ? മിൻ ബറക്കത്തിൽ മർഅത്തി തബ്കീറുഹാ ബിൽ ഉൽസാ തബ്കീറുഹാ
ആദ്യത്തെ പ്രസവം പെൺകുട്ടിയാവുക എന്നുള്ളത് നിനക്ക് അല്ലാഹു എന്ന ബറക്കത്താണെന്ന് തോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണിന് അല്ലാഹു തരുന്ന നാലാമത്തെ ബറക്കത്ത് നിന്റെ ഒന്നാമത്തെ പ്രസവം പെൺകുട്ടിയാവുക എന്നുള്ളത്, മോളാവുക എന്നുള്ളത് പെങ്ങളെ നിനക്ക് അല്ലാഹു തരുന്ന ഒരു ബറക്കത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, പെൺകുട്ടി വീടിന്റെ വെളിച്ചമാണ്. ആരാ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത്? ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല. ഇസ്ലാമിൽ മറക്കകത്ത് ജീവിക്കണം. ഇപ്പൊ എല്ലാരും മറക്കകത്തല്ലേ ജീവിക്കണത്. അങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ ചാടിക്കളിച്ച ആളുകളൊക്കെ എവിടെ പോയി? നിങ്ങൾ ആലോചിച്ച് നോക്കി, അന്ന് ഇസ്ലാമിനെതിരെ കോമരം ചാടിയ ആളുകൾ ഉണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണിനെ ഹിജാബിന്റെ അകത്ത് മറക്കകത്താണ് വെച്ചത്. പെണ്ണ് പുറത്തിറങ്ങാൻ പാടില്ല, ഇസ്ലാമിൽ പെണ്ണിന് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് ചാടിക്കളിച്ച ആളുകളൊക്കെ ഇപ്പൊ മറക്കകത്താണ്. എല്ലാവരും മറക്കകത്താണ്. ആണും പെണ്ണൊക്കെ ഇപ്പൊ ഹിജാബിന്റെ അകത്താണ്. ഇസ്ലാം അങ്ങനെയാണോ നമ്മെ തടഞ്ഞു വെച്ചത്? അല്ല. മറ വേണമെന്ന്, പർദ്ദ ധരിക്കണമെന്ന്, നല്ല വേഷം ധരിക്കണമെന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഒരു മിഠായി, നമ്മളൊക്കെ കഴിക്കുന്ന ഒരു മിഠായി, ആ മിഠായി അതല്ലെങ്കിൽ ഒരു ശർക്കര എടുത്തു നോക്കിയേ നിങ്ങൾ. ആ ശർക്കര അതേ രൂപത്തില് മേശപ്പുറത്ത് വെച്ചാൽ എന്താണ്ടാവുക? ഉറുമ്പ് വരും അല്ലേ? ഉറുമ്പ് വന്നുകൊണ്ട് അതിങ്ങനെ അല്ലേ? ഉറുമ്പ് അതിന്റെ ചുറ്റുഭാഗത്ത് പോവാ. നേരെ മറിച്ച് ആ ശർക്കര നല്ല പേപ്പറിലൊക്കെ പൊതിഞ്ഞു വെച്ച് ഒരു കവറിലൊക്കെ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് വെച്ചാലോ ഉറുമ്പ് വരൂല്ല. അത് അതിനൊരു കവചമാണ്. അതിന്റെ ഒരു മറയാണ്. ഇതേ പ്രകാരം തന്നെയാണ് പെണ്ണ് മറക്കേണ്ട രൂപത്തിൽ മറക്കുന്നത് നിങ്ങൾക്കുള്ള കവചയാണ്, നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. പഞ്ചസാര നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് മേശപ്പുറത്ത് ഇങ്ങനെ വിതറി വെക്കൂലല്ലോ. അത് നമ്മളെ നല്ല ഭദ്രമായിട്ടൊരു കുപ്പിക്കകത്ത് അടച്ചു വെക്കും അല്ലേ? അതാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. മേശപ്പുറത്ത് ഇങ്ങനെ വാങ്ങി വന്നിട്ട് 1 കിലോ പഞ്ചസാര വാങ്ങി വന്നിട്ട് മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചു. ആകെ ഉറുമ്പ് വന്നിട്ട് ആകെ ഭദ്ര ദുജിയാക്കി ഉണ്ടാവും. നേരെ മറിച്ച് അതൊരു പാത്രത്തിൽ നമ്മൾ അടച്ചു വെച്ച് ഭദ്രമായിട്ട് വെച്ചാലോ അതൊന്നും അവിടെ തന്നെ ഉണ്ടാവും. അത് അതിനുള്ളൊരു കവചമാണ്. അതിനെ മറ്റുള്ള ഉറുമ്പുകൾ തട്ടിക്കൊണ്ട് പോവാതിരിക്കാനുള്ള ഒരു കവചമാണ്, ഒരു പ്രൊട്ടക്ഷനാണ്. ഇതേ പ്രകാരമാണ് നമ്മുടെ വസ്ത്രധാരണം. അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലരും അതിനെ കുറ്റപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾക്ക് സ്ഥാനമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് തബിക്കീറുഹാ ബിൽ ഉൻസാ, ആദ്യത്തെ പ്രസവം പെൺകുട്ടിയാവുക എന്നുള്ളത് അല്ലാഹു നിങ്ങൾക്ക് തന്ന ബറക്കത്താണ്. പൊന്നുമോളെ, നീ ഗർഭിണിയായിട്ട് ഒന്നാമത്തെ പ്രസവം പൊന്നുമോളെയാണ് നീ പ്രസവിച്ചതെങ്കിൽ നീ ഒന്നാമത്തെ പ്രസവത്തിൽ നിനക്ക് അല്ലാഹു ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് തന്നതെങ്കിൽ മിൻ ബറക്കത്തിൽ ഉൻസാ മിൻ ബറക്കത്തിൽ മർഅതീന ബി മുഹമ്മദ് മുസ്തഫ, അത് പെണ്ണേ നിനക്ക് അല്ലാഹു തന്ന ബറക്കത്താണ്. അത് പൊന്നുമോളെ അല്ലാഹു നിനക്ക് തന്ന ബറക്കത്താണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പെൺകുട്ടികൾ എന്നും വീടിന്റെ ഒരു വിളക്കാണ്, പെൺകുട്ടികൾ വീട്ടിലേക്കുള്ള ബറക്കത്താണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കാണുമ്പോഴല്ല ഫാത്തിമ 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 നീ ഈ വീടിന്റെ ഒരു വെളിച്ചമാണ് ഫാത്തിമ, നീ ഈ വീടിന്റെ ഒരു വെളിച്ചമാണ് ഫാത്തിമ, നീ ഒരു പ്രകാശമായി മാറേണ്ടവളാണ്. ഒന്നാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ് അല്ലാഹു തരുന്നതെങ്കിൽ അത് വീട്ടിലേക്കുള്ളൊരു അനുഗ്രഹമായിട്ട്, വീട്ടിലേക്കുള്ളൊരു വെളിച്ചമായിട്ട് അല്ലാഹു നിനക്ക് തരുന്നൊരു വലിയ ബറക്കത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആൺകുട്ടിയെ പ്രസവിച്ചാലോ അത് ബറക്കത്തില്ലാത്ത? അങ്ങനെയൊന്നുമില്ല.
അങ്ങനെയൊന്നുമില്ല. പെൺകുട്ടി ഉണ്ടായ അതൊരു ബർക്കത്താണ്. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായ സ്ഥാനം, ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായ സ്ഥാനം. അത് അള്ളാഹു എവിടെയും അങ്ങനെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അള്ളാന്റെ ഹബീബ് 4 ബർക്കത്തിനെ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ 4ാമത്തത് പറഞ്ഞത് മിൻ ബർക്കത്തിൽ മർഅത്തി. 1ാമത്തെ ബർക്കത്ത് നമ്മൾ പറഞ്ഞു, പെട്ടെന്ന് കല്യാണം ശരിയാവുക, കല്യാണം ശരിയായ ഉടനെ മക്കളുണ്ടാവുക എന്നുള്ള ബർക്കത്ത്. മഹർ കുറയുക എന്നുള്ളത് മറ്റൊരു ബർക്കത്താണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒന്നാമത്തെ പ്രസവം പെൺകുട്ടിയാവുക എന്നുള്ളത്. അപ്പൊ ആൺകുട്ടിയെ പ്രസവിച്ചാലോ അതും ബർക്കത്ത് തന്നെയാണ്, അതും ബർക്കത്ത്. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് എടുത്തു പറഞ്ഞത് പെൺകുട്ടിയാണ്. അള്ളാഹു ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ തരട്ടെ, സ്വാലിഹീങ്ങളായ മക്കളെ തരട്ടെ. പെൺമക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ പെൺമക്കളെ തരട്ടെ. അങ്ങനെയാണ് നമ്മൾ ദുആ, ഖൈറായ മക്കളെ തരണം എന്നാണ്. അതല്ലാതെ എനിക്ക് ആൺകുട്ടിയെ തരണേ അങ്ങനെയല്ല, എനിക്ക് പെൺകുട്ടിയെ തരണേ അങ്ങനെയല്ല. ഖൈറായ മക്കളേതാ ആ മക്കളെ തരണേ അല്ലാഹ്. അങ്ങനെയാണ് നമ്മൾ ദുആ. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, എനിക്ക് ഖൈറായ എനിക്ക് ആൺകുട്ടിയെ തരണം. കാരണം എന്റെ കാലശേഷം ഇതൊക്കെ കൊണ്ടു നടക്കണമെങ്കിൽ എനിക്ക് ആൺകുട്ടിയെ തരണം. അള്ളാഹു കൊടുത്തു. പക്ഷേ ആ ആൺകുട്ടിയെ കൊണ്ട് അള്ളാഹു പരീക്ഷണം നടത്തി. ആൺകുട്ടി അവസാനം പ്രിയപ്പെട്ട പിതാവിന്റെ മില്ലത്തിനെതിരെ, ദീനിനെതിരെ തിരിഞ്ഞപ്പോ പ്രിയപ്പെട്ട നബിയുല്ലാഹി തങ്ങൾ അള്ളാഹുവിനോട് വീണ്ടും ദുആ ചെയ്തു, അല്ലാഹ് നീ തന്ന ഈ ആൺകുട്ടി എനിക്കെതിരെയാണ് നടക്കുന്നത്, അതുകൊണ്ട് അവനെ നീ അങ്ങ് നശിപ്പിക്കണമല്ലാ, നീ അങ്ങനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞു മകനെ ചോദിച്ചു വാങ്ങി. മകനെ കിട്ടിയപ്പോ മകനെതിരെ തിരഞ്ഞപ്പോ മകനെതിരെ ദുആ ചെയ്തു. അപ്പോഴല്ലേ പറന്നു വന്നത് ചിറകടിച്ചുകൊണ്ട് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അങ്ങനെ പറയല്ലേ നബിയേ, അങ്ങനെ പറയല്ലേ നബിയേ, അങ്ങനെ പറയല്ലേ നബിയേ. മക്കൾക്കെതിരെയായിട്ട് നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല നബിയേ. നിങ്ങൾ അല്ലാഹുവിനോട് ആൺകുട്ടിയെ ചോദിച്ചത് കൊണ്ടാണ് അല്ലാഹു നിങ്ങൾക്ക് ആൺകുട്ടിയെ തന്നത്. നിങ്ങൾ അതിന് പകരം ചോദിക്കേണ്ട ചോദ്യമുണ്ടായിരുന്നു. നിങ്ങളെ കാണണം നബിയേ. മഹാനായ നബിയുല്ലാഹി സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത ദുആ അറിവിന്ദിലാമിന്റെ മനോഹരമായ സദസ്സിൽ നമ്മൾ പറഞ്ഞതാണല്ലോ. സൂറത്തുൽ അംബിയായിലൂടെ നമ്മളത് കഴിഞ്ഞ ക്ലാസുകളിൽ ചർച്ച ചെയ്തതാണ്. സക്കരിയ നബി നിരന്തരം അല്ലാഹുവിനോട് ദുആ ചെയ്ത് വാങ്ങിയതാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് പറയേണ്ടത് ഖൈറായ മക്കളെ തരണമെന്നാണ്. ഖൈറായ മക്കളാണായാലും പെണ്ണായാലും അത് അല്ലാഹു തരട്ടെ. നമ്മൾ മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോ നമുക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്ന മക്കളാവണം, നമുക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന മക്കളാവണം. അതല്ലാതെ ഉമ്മന്റെ ഖബറിൽ കിടക്കട്ടെ, പാപ്പന്റെ ഖബറിൽ കിടക്കട്ടെ. വളർന്ന് വലുതായി വന്നതിന് ശേഷം പുത്തനാശയത്തിലേക്ക് മനസ്സ് എന്നാൽ എന്റെ ഉമ്മമാരെ, നമ്മൾ ഈ കഷ്ടപ്പെട്ട് വേദന അനുഭവിച്ച് ഗർഭത്തിന്റെ അകത്ത് കൊണ്ടു നടന്നതും മരണവേദനയോട് തുല്യവേദനയായ പ്രസവേദന സഹിച്ച് ആ പൊന്നുമോളെ പ്രസവിച്ചിട്ട് അവർ പുത്തനാശയത്തിലേക്ക് പോയ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന നമുക്ക് ഇവിടെ സമാധാനം. നമുക്ക് ഖുർആൻ ഓതാൻ ആരാ? നമുക്ക് സ്വലാത്ത് ചൊല്ലി ദ്വാരക്കാൻ ആരാ? അറിവിനിലാവിൽ 10,000 ആളുകൾ ആമീൻ പറയുമ്പോ റബ്ബേ എന്റെ ഉമ്മയും ഖബറിലാണല്ലോ, ബാപ്പച്ചിയും ഖബറിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് നിറകണ്ണുകളോടൊന്ന് ദുആ ചെയ്യാന് സ്വാലിഹായ പൊന്നുമോളെ വേണ്ടേ ഉമ്മ. അതുകൊണ്ടാണ് നിരന്തരം അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടത്, ഖൈറായ മക്കളെ തരണേ അല്ലാഹ്. ആ ഖൈറാക്കിയത് നിങ്ങൾക്ക് പെൺകുട്ടിയാണെങ്കിൽ, ഒന്നാമത്തത് പെൺകുട്ടിയാണെങ്കിൽ ആ പൊന്നുമോൾ നിങ്ങളെ വീട്ടിലേക്കുള്ള വെളിച്ചമാണെന്ന് നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കാരണമെന്തെന്നറിയോ പെൺകുട്ടികളെ സംരക്ഷിക്കുന്നത് നരകത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് മോചനം തരാൻ കാരണമാണ്. ഒരു പൊന്നുമോളെ വളർത്തേണ്ടതുപോലെ വളർത്തു വലുതാക്കി, ഒരു പെൺകുട്ടിയെ വളർത്തേണ്ട രൂപത്തിൽ വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ അത് കാരണമായിട്ട് പടച്ചു തമ്പുരാന്റെ ഭയാനകമായ അദാബാകുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് വലിയ കാവല് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ പെൺകുട്ടിക്ക് ദീന് കൊടുക്കേണ്ടതുപോലെ ദീന് കൊടുത്താൽ, ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണ ആ പൊന്നുമോൾക്ക് ചെയ്തു കൊടുക്കേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുത്താൽ അത് അല്ലാഹു ആ കാരണം കൊണ്ട് നരകത്തിൽ നിന്ന് മോചിതനാക്കാൻ കാരണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അനസ് തങ്ങൾ പറയാണ്, ഞങ്ങളൊരു വഴിയിലൂടെ യാത്ര ചെല്ലുമ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിയിട്ട് പറയുകയാണ്, അവൻ ഭാഗ്യവാനാണ്, അവൻ ഭാഗ്യവാനാണ്, അവൻ ഭാഗ്യവാനാണ്. കാരണം എന്താണ്? അല്ലാഹു അവന് 3 പെൺകുട്ടികളെ നൽകിയിട്ടുണ്ട്. ആ 3 പെൺമക്കളെ നല്ലതുപോലെ അവൻ വളർത്തി വലുതാക്കി. ആ 3 പെൺമക്കൾക്ക് കൃത്യമായി നിങ്ങൾ മുലപ്പാല് നൽകി. ഒരു പൊന്നുമോൾക്ക് പൊന്നുമോന് മുലപ്പാല് നൽകുന്ന പ്രിയപ്പെട്ട ഉമ്മക്ക് അല്ലാഹു തരുന്ന സ്ഥാനം എത്രയാണ്? കുടുംബജീവിതത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുന്നുണ്ട്. ഗർഭിണികൾക്ക് അല്ലാഹു നൽകുന്ന മഹത്വങ്ങളെ കുറിച്ചിട്ട് അറിവില്ലാமல் നമുക്ക് പറയാൻ ബാക്കിയാണ്. ആ ദിവസത്തിൽ നമുക്കത് വിശാലമായി പറയാം. അല്ലാഹുവിന്റെ ഹബീബ ചെറുപ്പക്കാരനെ ചൂണ്ടിയിട്ട് പറയുകയാണ്, അവനക്ക് അല്ലാഹു 3 പെൺമക്കളെയാണ് നൽകിയത്. ആ 3 പെൺമക്കളെ നല്ലതുപോലെ അവൻ വളർത്തിയിട്ടുണ്ട് സ്വഹാബ. നല്ലതുപോലെ ആ 3 പെൺമക്കളെ അവൻ വളർത്തി വലുതാക്കി അവർക്ക് വേണ്ട വിജ്ഞാനങ്ങളെല്ലാം നൽകിയിട്ട് അവരെ വിവാഹം കഴിച്ചഴപ്പിച്ചിട്ടുണ്ട് സ്വഹാബ. അത് മതി സ്വഹാബ. ആ കാരണം കൊണ്ട് അവൻ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. തോഹാ നബി മുഹമ്മദ് മുസ്തഫ. അറിയണം മോളെ, പഠിക്കണം മോളെ. അല്ലാഹു നിങ്ങൾക്ക് തന്ന സ്ഥാനം എത്രയാണ്, അല്ലാഹു നിങ്ങൾക്ക് തന്ന സ്ഥാനം എത്രയാണ്. പെണ്ണാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടത്ത് പെണ്ണ് ഈ ലോകത്ത് ജീവിക്കേണ്ടവളാണ്, പെണ്ണ് ഈ ലോകത്ത് ജീവിക്കേണ്ടവളാണ്. പെങ്ങളെ, നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വാങ്ങി തന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ആ മുസ്തഫായ തങ്ങളെ പേരുള്ള സ്വലാത്ത് ചൊല്ലാതെ കിടന്നിറങ്ങില്ലേ മോളെ. ആ മുസ്തഫായ തങ്ങളെ ഹദറത്തിലേക്ക് ഫാത്തിഹ ഓതാതെ കിടന്നിറങ്ങല്ലേ മോളെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനേ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. സ്വലാഹിയത്തുള്ള ദീനുള്ള മക്കളായിട്ട് ഞങ്ങളെ മക്കളെ നീ കബൂലാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.